ഹലോ ഡിയേഴ്സ്, ഞാൻ രശ്മിയാണേ. വല്ലപ്പോഴൊക്കെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ മൊത്തം ഒരു മനസ്സമാധാനക്കേടാ കേട്ടോ. ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അമ്മമ്മയുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലേക്ക്. അമ്മമ്മയുടെ വീട്ടിക്കല്ലേ നമ്മള് പറയല്, എന്റെ വീട്ടിക്ക്. ഞങ്ങളെ അമ്മമ്മയുടെ വീട്ടിൽ പറയല്. അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് കാണാം. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ലീവായിരുന്നു. അച്ചൂട്ടനും ആദ്യം സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഏകദേശം എല്ലാം ഒരുക്കി വെച്ച് പെട്ടെന്ന് തന്നെ അവരെയും പുറപ്പെടുപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എന്നാൽ നേരത്തെ എത്താലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ് പറയണം കേട്ടോ. പണ്ടുള്ളവരും മഴ പെയ്യുമ്പോഴേ മഴ പെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ മഴ ചെയ്താലോ. ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ. ബസ്സിന് പോയിട്ട് നമ്മുടെ പാതായ്ക്കര PTM കോളേജിൻ്റെ അവിടെ ഇറങ്ങി. ഈ ഒരു ഓട്ടോ ഉണ്ടല്ലോ, എൻ്റെ മുന്നേയുള്ള വ്ളോഗൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവും. എപ്പോൾ ഒക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോഴും ഈ ഒരു കാക്കുവിൻ്റെ വണ്ടിയാണ് കിട്ടുക കേട്ടോ. മൂപ്പർക്ക് ഞങ്ങളെ ഓർമ്മയില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു കാക്കുവിൻ്റെ വണ്ടി ഭയങ്കര ഓർമ്മയാണ്. ഇത്തിരി പ്രായമുള്ള ഒരു കാക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ചൂട്ടൻ അവരെ കണ്ടു കഴിഞ്ഞാൽ പറയാം, അമ്മ നമുക്ക് ആ അച്ഛൻ്റെ വണ്ടിയിൽ പോവാം, അതിൽ തന്നെ കയറിയാൽ മതി എന്ന് പറയും. ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് പോകുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യും. പാവ കാക്കു ഇതൊന്നും അറിയുന്നുണ്ടോന്നാവോ. ഇത് നമ്മളുടെ പഴയ വീടാണ് കേട്ടോ. നമ്മൾ വിറ്റ വീട് മുന്നേ ഉള്ള വ്ളോഗിലൊക്കെ നമ്മുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ, ആ തൊടി മൊത്തം മതിലൊക്കെ കുത്തി ഗേറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ പണി മൊത്തം എടുത്തേക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. അച്ഛൻ വിറ്റ് അച്ഛൻ്റെ വീടിൻ്റെ 4 പുറമുള്ള പണികളും ആ വീടിന് കുറേ പണികൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ തന്നെ എടുത്തിട്ടുണ്ട്. തിരിച്ച് പോരുമ്പോൾ എൻ്റെ മാളൂസിനെ കിട്ടി വഴിയിൽ നിന്ന് വായ തോര കലകലയെ സംസാരിക്കുന്ന പെണ്ണാണേ. ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് വരെ അത് അല്ല, എന്തിനാ പോളെ പറയണേ, ഞങ്ങൾ തള്ളാരേ കൊണിച്ചികളാണ്. അപ്പോൾ പിന്നെ മക്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് പോലും കൊണിച്ചി എന്നാണ് ഗേൾസ്. വന്നേ പാട് ആദ്യം ഓടിക്കയറി ചെന്ന എൻ്റെ വലിയച്ചെടി വല്യമുടി വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എത്തിയപ്പോൾ രണ്ടോടത്തും ചായ ചെയ്യുന്നു. അപ്പോഴേക്ക് സൂര്യ വന്നു. അപ്പോൾ രണ്ടോടത്തും ഓരോരോ ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും മക്കൾ താഴെ വന്ന് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാ വർത്താനവും പറിച്ചിലും എല്ലാം കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ച് താഴെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. 1.5 മണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആയി കാണും. അങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. മക്കൾ കുറേ കളിച്ചു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിലൊട്ടും ചാർജ് ഉണ്ടായിരുന്നില്ലേ. ഈ ഒരു ഭാഗം വീഡിയോ എടുത്തത് അതിൻ്റെ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ച രാവിലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ വെച്ച് ഞാനൊരു കുഞ്ഞ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ അത് കണ്ടിട്ടുമുണ്ട്. ഈ ഒരു മാക്സി ആവുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളാണെന്ന് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ അതിരാവിലെ അല്ലേ, അപ്പോൾ ഇരുട്ടാണ്. പക്ഷേ ഈ സമയത്തുണ്ടല്ലോ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവേ. അതുമാതിരി എന്താ പറയുക, കുഞ്ഞു പക്ഷികളെയും ചീവീടിൻ്റെയും അങ്ങനെയൊക്കെ കുറേ ശബ്ദമൊക്കെ ആയിട്ട് നല്ലൊരു രസമുള്ള അന്തരീക്ഷമാണ് നമ്മുടെ വീടിൻ്റെ 4 പുറം കേട്ടോ. തുമ്പി കണ്ടില്ലേ, എന്തോരം തുമ്പികളാണെന്നറിയോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് നേരാവണ്ണം അവിടെ എല്ലാവരോടും സംസാരിക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഓഫീസിൽ 8:30 ആകുമ്പോഴത്തേക്കും എത്തണം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരുക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബസ്സിന് പോവുക വേണ്ടേ, അച്ഛൻ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരും. അച്ഛൻ നടന്നു പോകുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനെ കാണുകയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആ മതിലിൻ്റെ അരികെ ഒളിച്ചിക്കുകയാണ്. ഞാൻ അച്ഛൻ കാരണം എൻ്റെ ഷൂട്ടിങ്ങിനൊരു മുടക്കം വേണ്ടാന്ന് പറഞ്ഞിട്ടോ. ഞാൻ വിചാരിച്ച മാതിരി വീഡിയോ എടുക്കാത്തതിന് ഞാൻ അവിടെ കുറുമ്പൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുക. ഗേസ്, ഞാൻ എൻ്റെ പാതേക്കര വീട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരി ഓഫീസിലേക്ക് പോവാണ്. എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, അനിയത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ പുഴുത്തവരാണ്, അവരൊന്നും കാട്ടാൻ പറ്റൂല. ഈ ഫോണിലൊന്നും കാണുന്ന മാതിരി അത്രയ്ക്ക് നേരവും ലുക്കൊന്നും ഞാനില്ല. ഫോണിന് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ പകൽ വെളിച്ചത്തിൻ്റെ ഒരു മിനിച്ച അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഫോണിൽ കാണുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ക്യൂട്ടാണ്, ഭംഗിയുണ്ട്, സൂപ്പറാന്നൊക്കെ പറയാറുണ്ട്. അർഹതയില്ലാത്ത എന്തോ കേൾക്കുന്ന മാതിരിയാണ് എനിക്ക് ഫീൽ ആവാറ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ സുന്ദരിയാന്ന് പറഞ്ഞത് അത് വാസ്തവമാണ്. അമ്മമാർക്ക് എപ്പോഴും മക്കൾ സുന്ദരികളായിരിക്കും അല്ലേ. ഞാനും ഒരു അമ്മയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുട്ടികളൊന്ന് ഒരു ഇത്തിരി പൗഡർ ഇട്ടാൽ മതി, ഒരു പഴയ കുപ്പമായിട്ട് മുടി ചെയ്യാൻ നമ്മൾ പറയും എൻ്റെ വെച്ചാൽ എന്താ സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. രാത്രി 10-11 മണി വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞാണ് കേട്ടോ. എന്നാലും എനിക്ക് വലിച്ചിട്ടോടെ എൻ്റെ ചേച്ചി നിൽക്കണുണ്ടപ്പോൾ ആകെ സങ്കടമായി. ഇനി വിറ്റ് എല്ലാവരും കൂടി ഇവിടെ ആരുമാതിരിക്കുമല്ലോ ഞാൻ വരുന്ന വാരത്തേക്ക് എന്നൊക്കെ ഓർത്തിട്ടെ. പക്ഷെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല. ആകെ ഉള്ളത് സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേയ്സാണ് ഫുൾ ഡേ ഡ്യൂട്ടി.
അപ്പോൾ പിന്നെ അത് നമുക്ക് മിസ്സാക്കാനും പറ്റില്ല. കാരണം കൊണ്ട് ഞാൻ അതൊന്നും ആലോചിക്കാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഇങ്ങനെ വർത്താനൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മൾ വിറ്റ വീടിൻ്റെ ആ ഭാഗത്തെ പണികളൊക്കെ എടുത്ത് അച്ഛയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛ ആ വിശേഷങ്ങളൊക്കെ പറയുന്നു. അപ്പം ഉണ്ട് എൻ്റെ അനിയത്തി വിളിക്കുന്നു, അല്ലടി നീ എങ്ങോട്ടാണ് പോകണം, ഓഫീസിൽ തന്നെയല്ലേ, എന്നിട്ട് ഓഫീസ് ഫോൺ എടുത്തായിരുന്നോ എന്നും. ഞാൻ എന്തിനാ ഓഫീസ് പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. തിരിച്ചു വച്ച അപ്പം തന്നെ വണ്ടി. പണ്ടൊക്കെയാണ് എൻ്റെ അച്ഛൻ ഇതുപോലെ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നെ നോക്കിയൊരു മിരട്ടിയ നോട്ടം നോക്കും, അതിൽ തന്നെ ഞാൻ ഊരുകയില്ലാണ്ടേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പിന്നെ അച്ഛനെ ഞാൻ മിരട്ടി നോക്കാറായി. ആദ്യത്തിന് അങ്ങനെ പാടത്തേക്ക് നമ്മുടെ തോടിൻ്റെ അവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചങ്ങനെ പാതേക്കര വളവിലേക്ക് പോയി കേട്ടോ. അച്ഛയ്ക്ക് വേണമെങ്കിൽ ഇന്നെ അവിടെ നിർത്തിയിട്ട് തിരിച്ച് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ അച്ഛൻ ഉണ്ടല്ലോ എന്നെ ബസ് കയറ്റിയിട്ടേ പോവുള്ളൂ. മക്കളെ വേണമെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പിൽ വിട്ടു പോകും, എന്നെ എന്താ അറിയില്ല. അച്ഛയ്ക്ക് ഇത് ഞാൻ അതിലെങ്ങനെ കയറുമ്പോൾ തട്ടിത്തടയുമെന്ന് വരെ ഒരു ടെൻഷനുള്ള മാതിരിയാണ്. ബസ്സിലൊക്കെ എന്നെ കയറ്റിയിരുത്തിയിട്ടാണ് മൂപ്പര് പോയത്. ഞാൻ തന്നെ അവിടുന്ന് വരും, ചിലപ്പോൾ ഞാൻ തന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് പോവും. അപ്പം അച്ഛയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റാൻഡിലോ ആക്കിയാൽ ഞാൻ ബസ് കയറി ഇരുന്ന് എത്തി നോക്കിയിട്ടേ ആളങ്ങോട്ട് തിരിച്ചു പോവുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെയല്ലേ അല്ലേ നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ നമ്മളെത്ര മുതുക്കിളവികളായാലും അവർക്ക് നമ്മൾ കുഞ്ഞിതുങ്ങളും മാതിരിയാണ്. അങ്ങനെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോയി ഓഫീസിൽ പോയി ജോലിയൊക്കെ ചെയ്തു. കെട്ടിയവനെ ഫോൺ വിളിച്ചു, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ച് ചെറുപ്പശ്ശേരി വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ വിടൂല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കേട്ടോ വൈകിട്ട്. ഇത്തവണത്തെ വിരുന്നിൽ വലിയ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സാധാരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു ലോങ് വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കാറുള്ളതാണ്. ഒന്നെന്താ വെച്ചാൽ നമ്മളിപ്പോൾ വൈകിട്ടാണ് വന്നത്. വെള്ളിയാഴ്ച പിന്നെ അത്രയും നേരമല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. ശനിയാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് തിരിച്ച് വന്നു. ആ ഒരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ തിരിച്ച് ഡ്യൂട്ടിക്ക് ഓഫീസിൽ പോവും. അങ്ങനെ ചിലപ്പോൾ ശരി വീട്ടിലേക്കും പോവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാതിരിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്തിരി സമയം കിട്ടിയാൽ മതി. ഇങ്ങനെ ഒത്തിരി വീഡിയോ ഒക്കെ എങ്ങനെയും എടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ ബസ്സിൽ പോയിട്ട് വരുന്നതും പീരിയഡ് ടൈമും എല്ലാം കൂടിയായി ആകെ വശം കെട്ടിരുന്നു. പൊതുവേ ഈ ജോലിയൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ വീട്ടിലൊക്കെ വല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും എപ്പോഴും ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിപ്പോൾ ഒരു വിശേഷമാണ്, അപ്പോൾ അവിടെ ജോലിക്കൊന്നും പോകാണ്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പണികളൊക്കെ എടുക്കുമായിരിക്കും. നമ്മൾ ഇടയിൽ അതിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അവർക്ക് എന്തെങ്കിലും തോന്നുമോ, നമ്മളൊരു പണി എടുക്കാണ്ട് ഫുഡ് കഴിക്കാനും ആ ഒരു സംഭവങ്ങളിൽ പങ്കുചേരാനും വേണ്ടി മാത്രം ചെല്ലുമ്പോൾ എന്തോ മാതിരിയൊക്കെ നമുക്ക് തോന്നും. ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് ട്രീറ്റ് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ്, അയ്യോ ഞാൻ ഒന്നിനും കൂടിയിട്ടില്ലല്ലോ, ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്കൊക്കെ എന്താ തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും എനിക്ക് അങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ വീട്ടിലോട്ടല്ലേ, അതുകൊണ്ട് യാതൊരു ടെൻഷനും എനിക്കില്ല. അത് ചെയ്യട്ടെ, എനിക്ക് ഒഴിവില്ല ചെയ്യാമെന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവുമല്ലോ. അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അല്ലേ. ഞാനവിടെ ചെന്നപാട് എൻ്റെ ചേച്ചിയാണെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനെ അവിടെ നോക്കിയിട്ട് എനിക്ക് വയ്യാത്ത മാതിരിയൊക്കെ മുഖം ഇങ്ങനെ പിടിക്കും, ഓവർ ആക്ട് ചെയ്യും ഞാൻ അവളെ കാണുമ്പോൾ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയണേ, എന്തോ മാറിയുണ്ട് മുഖമൊക്കെ, എനിക്ക് യാത്ര ചെയ്തിട്ടൊക്കെയാണ്, പിന്നെ ഇപ്പോൾ പീരിയഡ് ടൈമും അല്ലേ, എന്നാൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോന്ന് കേട്ട് കഴിയുമ്പോൾ ആദ്യം കേൾക്കാത്ത പതി ഞാൻ എൻ്റെ മക്കളെ കിട്ടിയിട്ട് ഇത്തിരി വെള്ളം കെട്ടി നിർത്തിയ ഒരു ഭാഗമുണ്ട് അവിടെ പോയി അങ്ങോട്ട് ഇരുന്നു. ആ നേരത്തെ വീട്ടിൽ നല്ല തദൃശം പണികൾ നടക്കുകയാണ് കേട്ടോ. ചിക്കനിൽ പിന്നെ മസാലയൊക്കെ ഓൾറെഡി പനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പുറത്ത് കല്ലൊക്കെ വെച്ച് കണലൊക്കെ ഇട്ട് അങ്ങനെ എടത്തിയമ്മോളും അമ്മയും അനിയത്തിയോളും ചേച്ചിയും അച്ഛയും എല്ലാവരും കൂടെ തദൃശ പണികളിലായിരുന്നേ. ഞാനതെല്ലാം കണ്ട് വിദൂരതയിൽ അങ്ങനെ ഇരുന്നു. എനിക്ക് ഒന്നിനും കൂടിയിട്ടില്ല എന്നാണ്, ഒന്നിനും കൂടിയിട്ടില്ല. കാരണം അവരൊക്കെ അവിടെ ഇരുന്ന് സുഖിക്കുകയല്ലേ. ഞാൻ രാവിലെ ബസ്സിന് പോയി തിരിച്ച് വൈകിട്ട് വരുന്ന ജോലിക്കാരി വീട്ടമ്മയല്ലേ. അപ്പോൾ അതിൻ്റെ പത്രാസിൽ ഞാനിങ്ങനെ നടിച്ച് നിന്നു, ഒന്നിനും കൂടിയില്ല. നാക്കുമുട്ടെ വയറ് നിറയെ അങ്ങോട്ട് തിന്നാൻ മാത്രമേ കൂടിയുള്ളൂ കേട്ടോ. നല്ല ഇരുട്ടായപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ ചുട്ട് പൊന്തി മണമൊക്കെ വന്നപ്പോൾ ഞാൻ അരിച്ചരിച്ച് എൻ്റെ വയ്യായ്കയൊക്കെ മാറ്റി എക്സ്പ്രഷൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കിയിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നേ. കാരണം ഇനിയും വയ്യാത്ത മാതിരി മുഖം പിടിച്ച് കഴിഞ്ഞാൽ നിനക്ക് വയ്യാത്തയല്ലേ, നീ ഒരു കഷ്ണം കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ നല്ല ആക്റ്റീവായി. അപ്പോൾ പിന്നെ നമുക്ക് മരിയവെള്ളം കഴിക്കാമല്ലോ. ഇതിലിപ്പോൾ മിസ്സായത് എൻ്റെ മോന്താട്ടിനെ അമ്മൂസിനെയാണ് കേട്ടോ. അമ്മൂ സേലത്ത് പഠിക്കുകയാണ്, ഏട്ടനാണെങ്കിൽ ഗൾഫിലും അല്ലേ. അപ്പം ഇനി ഓരൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു പ്രാവശ്യം ഇതുമാതിരി ഒരു അനുമാനം വേണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഇപ്പം ഇനി ഓണം വരുന്നുണ്ടല്ലോ അല്ലേ, ആ സമയത്തും ഇതുമാതിരി ഒന്ന് ഒത്തുചേരുമായിരിക്കും ഞങ്ങൾ കേട്ടോ. എൻ്റെ ചേച്ചി അവിടെ മയോണൈസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണേ. സാധാരണ ഉണ്ടല്ലോ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും നല്ലോണം മുഷിയും. ഇപ്പം എൻ്റെ അനിയത്തിയൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്നെ ഓടിക്കും,
പൊക്ക അവിടുന്ന് മര്യാദയ്ക്ക് ഇങ്ങനെ ആകെ നന്നല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടുന്നത് മൂഷിങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അടക്കം എന്നെ ഓടിക്കോട്ടോ. പക്ഷെ എൻ്റെ പൊട്ടത്തി ചേച്ചി ഉണ്ടല്ലോ, എൻ്റെ തമ്പുരാനെ, അവൾക്ക് പൊതുവേ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ നിൽക്കുന്ന വീഡിയോയിൽ നിൽക്കുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ പറയാ എന്തോരം മുഷിങ്ങിയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, അവിടെ നിന്ന് ഇളിച്ച് തരും. ഇപ്പോൾ നീ നന്നല്ലാത്ത മാക്സി ഇടുന്നത് എന്തോ മാതിരിയുണ്ട്, ഇത് എടുക്കട്ടെ, ഞാൻ തന്നെ വീഡിയോയിൽ ഇടുന്ന പറഞ്ഞപ്പോൾ നീ എന്തേലും ഇടടി, നീ എന്തേലും കാണിക്കടി എന്നൊക്കെയാ പറയാം. അങ്ങനെ ഒരു ജന്മമാണ് അവൾ. എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഗൈസ്, എനിക്കെന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം ആ ഒരൊറ്റ എന്നേ എൻ്റെ കയ്യിലുള്ളൂ, എങ്ങനെ ആർക്കും കൊടുക്കൂല. അവളുടെ അറുമാന്തിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. 2-3 ദിവസം കൊണ്ടെടുത്ത വീഡിയോസൊക്കെ എല്ലാം കൂടെയും കൊള്ളിച്ച് ഒരു കുട്ടി വ്ളോഗാക്കി വീട്ടിൽ വന്ന ഓർമ്മകൾ ഇവിടെ സ്വരുക്കൂട്ടാന്ന് കരുതി പോവാൻ നിന്നപ്പോൾ അതേമാതിരി തന്നെയാണ്. മൊത്തത്തിൽ വീട്ടിലെല്ലാവരും മുഷിങ്ങിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആരും എനിക്ക് ക്യാമറയ്ക്ക് മുഖം തരുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവരാരെങ്കിലും ഫോണും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വന്നാൽ എനിക്ക് പറ്റാത്ത സമയമാണെങ്കിൽ എല്ലാത്തിനും ഞാൻ ഓടിക്കും. എങ്ങിട്ടെന്ന് വല്യമ്മ ജോലിക്ക് പോട്ടെ, പിന്നെ വരാട്ടോ. കരയേ വല്യമ്മ പോകുമ്പോ കരയണം കുട്ടികളെ, കരയേ, വിഷമ വരുന്നുണ്ട്, കരയേ. ആ കരയ് പൊന്നെ, കരയടാ. ഒളിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാ. അങ്ങനെ കൊതി തീരാതെ വിരുന്ന് നിന്ന് തിരിച്ചു മടങ്ങുകയാണ് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ നേരെ ഞാൻ ഓഫീസിൽ പോവും. അത് കഴിഞ്ഞാൽ ഉച്ചരിയുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ മക്കൾ 2 പേരും ബസ്സിന് വരും. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ചെപ്പശ്ശേരി നമ്മുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് പ്ലാനിങ്. അപ്പം അച്ഛൻ പതിവ് പോലെ എന്നെ പതക്കര വളവിൽ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടി നിന്നു. ബസ് കിട്ടി എന്നെ കയറ്റിയിരുത്തിയിട്ട് അച്ഛൻ പോയേ. അപ്പോൾ ഞാൻ ബസ് കയറിയപ്പോൾ ഉണ്ട് ഓർബിറ്റിത്തെ 2 മാഷ്മാർ. ഇപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, അവരെന്നെ അത് പറഞ്ഞ് കളിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.